ആർക്കോ കീർക്കോ ഒന്നല്ലോ നമ്മുടെ വിഷയം. ആർക്കോ ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഒപ്പം തന്നെ ഒരു ഇഷ്ടം പോലെ ചാനലുകളുടെ അപ്പോൾ ഇന്ന് സ്പോട്ട് റിപ്പോർട്ടറും പരിശോധിക്കുകയാണ് വൈ ദിസ് കൊലവറി. എൻ്റെ സിനിമയിൽ എന്തൊക്കെയാണ്? ഒരു മ്യൂസിക് മോശമാണോ? മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഡയലോഗ് മോശമാണോ? ഡയലോഗ് അല്ലെങ്കിൽ കഥ മോശമാണോ? ഇത് നല്ല സിനിമകൾ ചെയ്തുകൂടെ? പ്രൊഡക്ഷൻ വാല്യൂ നല്ലതാണ്, മോശമാണ്? ഇത്രയും കാര്യങ്ങളുണ്ട് സിനിമയിൽ. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർക്ക് ആകെ പറയാനുള്ളത് ഹിന്ദു ദൈവങ്ങളെ വിറ്റ് നടക്കുന്നു, മറ്റേ ഇത് ചെയ്യുന്നു, അവൻ ഗുജറാത്തിലാണ്, അവൻ ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായികൾ എന്നെ കൂട്ടം കൂടി ഇടിക്കാൻ നോക്കാം. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചത് അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വിൽക്കനായിട്ട് അഭിനയിക്കാനാണ്. ആ പയ്യനെ അടുത്ത് എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് ചേട്ടാ ഈ വിൽക്കുന്നത്? സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന പയ്യൻ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു. എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സംഘത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുണ്ട്. ഉണ്ണിമൂഹൻ എന്നാണ് പേര്. അപ്പൊ അന്ന് അതിലൊരു നടി ഇവന്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, ഇത് ഉണ്ണി പോലും ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ വിളിച്ചു വരുന്നത്. എന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോഷൂട്ടിൽ. അപ്പൊ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു അധികം പുതിയ പയ്യനാണല്ലോ, എന്റെ ഒപ്പം എടുക്കാൻ പറ്റാന്ന് ഓർത്തു. പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചുകൊണ്ടുവന്നു. ഒരുപക്ഷെ ആ നടി അവന്റെ ഒപ്പം ഇപ്പൊ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കാലചക്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കാവ്യ നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആരെയും ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. ഒരു മയിൽക്കുറ്റിയാണെങ്കിൽ പോലും നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല. രാജീവ് കുമാർ സാർ എന്നെ പഠിപ്പിച്ചെന്ന അവൻ ഇന്ന് ഇവനിപ്പോ ചെറിയൊരു നടനായിരിക്കും, പക്ഷെ നാളെ നല്ലൊരു ഹീറോ ആയി മാറും. കേട്ടുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ബിക്കോസ് ഒരു നെറേറ്റീവ് ബിൽഡായി കഴിഞ്ഞു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് ഇഗ്നോർ ചെയ്താൽ പറയും അതാ ശീലം. ഇല്ല, അങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറെ ആൾക്കാർ ഇഗ്നോർ ചെയ്തത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടായി കാണും. ഞാനൊരു ആളുടെ ഗുഡ് ബുക്സിൽ വരാൻ വേണ്ടി ഞാൻ എന്റെ വ്യക്തിത്വം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ്. അതൊരു തെറ്റായ എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ ഞാൻ മതി.